friends, welcome back to our channel. അപ്പോൾ നമ്മൾ കുറേ നാളായി നമ്മുടെ ചാനലിൽ ഇങ്ങനെ ഒരു ഇൻട്രോ പറഞ്ഞിട്ട് അല്ലേ. നമ്മുടെ ചാനലിന്റെ ആദ്യത്തെ യൂട്യൂബ് റവന്യൂ നമുക്ക് കിട്ടി. അപ്പോൾ അതിന്റെ സന്തോഷം ആദ്യം നിങ്ങളോട് തന്നെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷമുണ്ട്. അപ്പം ഈ ഒരു സന്തോഷം നമ്മൾ ഇത്രയും സപ്പോർട്ട് ചെയ്ത് നിങ്ങളോട് തന്നെ ആദ്യം പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മളെ ചാനൽ തുടങ്ങിയിട്ട് ഈ നവംബർ 1, അതായത് 2023 നവംബർ 1 ഒരു വർഷമായി. അപ്പൊ നമ്മൾ ഈ ഒരു വർഷത്തെ കഷ്ടപ്പാടിന്റെ ഫലമാണ് നമുക്കിപ്പോ കിട്ടിയിട്ടുള്ളത്. ഇതിപ്പോ സന്തോഷാന്നോ എക്സൈറ്റ്മെന്റ് ആന്നോ എന്നൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ചാല് ഇത് നമ്മളെ ചെറിയൊരു വാശി പോലെ തന്നെയായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ നമ്മളെ ചാനലിൽ ചെയ്യണമെന്നുള്ളത്. കാരണം നമ്മൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തതും തൊട്ട് നമുക്ക് ഒരുപാട് അല്ലെ, നിങ്ങൾ എന്തിനാ തുടങ്ങീനി, പിന്നെ ഇതെല്ലാം കുറെ തുടങ്ങിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്, ഇതൊന്നും നേടിയെത്തൂല, നമ്മളെ കൊണ്ട് പറ്റൂല, അങ്ങനെ കുറെ ഡീമോട്ടിവേഷൻസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അന്ന് നമ്മൾ എടുത്തൊരു തീരുമാനമാണ് നമ്മളെ ചാനലിൽ ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ എന്തായാലും ഇടുന്നില്ലത്. അത് ദൈവം സഹായിച്ച് നിങ്ങളെ സപ്പോർട്ടോടുകൂടി നടന്നു എന്നുള്ളത് വലിയൊരു സന്തോഷമല്ലേ. അപ്പൊ ഇപ്പൊ എല്ലാരും ചിന്തിക്കുന്നത് ഇവർക്ക് എത്ര കിട്ടി, ലക്ഷങ്ങളുണ്ടോ കോടികളുണ്ടോ എന്നുള്ളതായിരിക്കും. അത് നമ്മള് വഴിയെ പറയാം. അപ്പൊ നമ്മള് ചാനൽ തുടങ്ങുന്നത് കഴിഞ്ഞ വർഷം 2022 നവംബർ 1 ആ തുടങ്ങിയത് തന്നെ ഒട്ടും പ്രീ പ്ലാൻഡ് അല്ല. നമ്മൾ പെട്ടെന്നൊരു ദിവസം നമുക്ക് തോന്നി നമുക്കൊരു ചാനൽ തുടങ്ങിയാലോന്ന്. അപ്പൊ വിചാരിച്ചു തുടങ്ങാൻ വിചാരിച്ചു. പക്ഷെങ്കില് അതൊരു ശരിക്കൊരു മണ്ടത്തരം അല്ലേ. നമുക്ക് ശരിക്കും ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോ ആദ്യം നമ്മള് പ്ലാനിങ് എല്ലാം വേണം. നമ്മള് യൂട്യൂബ് ഇങ്ങനെ കാണുന്നതല്ലാണ്ട് ഈ യൂട്യൂബില് വീഡിയോ ഇടുന്നതും ഇങ്ങനെ ഈ റവന്യൂ കിട്ടുന്നതിനെ പറ്റി ഒന്നും അറിയാണ്ടാണ് നമ്മള് ചാനൽ വീഡിയോ ഇടാൻ തുടങ്ങി കുറച്ച് മാസം കഴിഞ്ഞപ്പോ തന്നെ ആൾക്കാർ നമ്മളോട് ചോദിക്കാൻ തുടങ്ങിയത് പൈസ കിട്ടുന്നുണ്ടാ, എന്തെങ്കിലും കിട്ടുന്നുണ്ടോന്നാണ്. നമ്മളും ആദ്യം അങ്ങനെ തന്നെ വിചാരിച്ചത്. അതായത് ഇതിൽ വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോ അവിടെ നമുക്ക് പൈസ കിട്ടുന്നതെന്ന് നമ്മൾ വിചാരിച്ചത്. പക്ഷെ ഇതിലേക്ക് ഇറങ്ങിയപ്പോഴാണ് നമ്മൾ വലിയൊരു കടലിലേക്കാന്ന് ഇറങ്ങി നമുക്ക് മനസ്സിലായത്. പിന്നെ എന്തായാലും ഇറങ്ങിയില്ലേ, ഇനിയിപ്പൊ നീന്തി കേറിയാലേ നമുക്ക് നാട്ടില് തലയുയർത്തി നടക്കാൻ പറ്റൂലോ എന്നുള്ള അവസ്ഥയായിന്. കാരണം എല്ലാരും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് പറ്റൂല, ഇത് നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതല്ല, അങ്ങനെ കൊറേ ഡീമോട്ടിവേഷൻ ആയിരുന്നു. കേട്ട് ഞാൻ മടുത്തു. ആ ഡീമോട്ടിവേഷന് നമുക്കൊരു വാശി ഉണ്ടായിട്ട് നമ്മള് പറഞ്ഞാല് ഈ പ്ലാൻ ചെയ്യാണ്ട് തുടങ്ങിയോണ്ട് തന്നെ വീഡിയോ എടുത്തിട്ട് അത് നിങ്ങൾക്ക് നമ്മള് പഴയ വീഡിയോ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും. നമുക്ക് നമ്മളെ തന്നെ എടുത്ത് കണക്കിലിടാൻ തോന്നിയിട്ടുണ്ട് പലപ്പോഴും. പക്ഷെ നമ്മൾ ആ വീഡിയോ ഒന്നും ഡിലീറ്റ് ആക്കുന്നില്ല. കാരണം അതെല്ലാം നമുക്ക് ഒരു മെമ്മറിയാണ്. നമ്മൾ എങ്ങനെയാ വഴി മറക്കാൻ പാടില്ല അല്ലെ. നമ്മള് ആദ്യം പോസ്റ്റ് ചെയ്ത വീഡിയോ എന്ന് പറഞ്ഞാല് നമ്മളെ അംഗൻവാടി പ്രവേശനോത്സവമാണ്. അതൊരു ഒന്നൊന്നര വീഡിയോ ഇപ്പൊ ഇനി എങ്ങനെയാണെന്നോ ചാനലിലുണ്ട്. അത് ഡിലീറ്റ് ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ തന്നെ നമ്മൾ ഒരു ഓർമ്മക്കായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്ത ഒരു വലിയ പൊട്ടത്തരം എന്ന് വെച്ചാല് നമ്മൾ ഒരു ചെറിയ തീരുമാനം എടുത്തിട്ടുണ്ടായിന്. നമ്മളെ ചാനലിൽ 1K സബ്സ്ക്രൈബർ ആയതിനു ശേഷം മാത്രമേ നമ്മൾ ക്യാമറക്ക് മുന്നിലേക്ക് വരുള്ളൂ എന്നുള്ളത്. പക്ഷെ അത് അതിന്റെ ആവശ്യമില്ലായിരുന്നു. നമ്മളൊരു അന്നേരം ഒന്നും നമുക്ക് തോന്നിയിട്ടില്ല ഇത് നമ്മൾ ഇപ്പൊ നമ്മള് ക്യാമറക്ക് മുന്നിലേക്ക് വന്ന് കണ്ടന്റ് വീഡിയോ എല്ലാം ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം നമ്മൾ തന്നെ പഴയ വീഡിയോ നമ്മളത് കാണുമ്പോ നമുക്കതൊരു കുറച്ചും കൂടെ നന്നാക്കായിരുന്നു. ആ സമയത്ത് നമ്മൾ ക്യാമറക്ക് മുന്നിലേക്ക് വരണമായിരുന്നു എന്നെല്ലാം തോന്നാൻ തുടങ്ങിയത് ഇപ്പോഴാണ്. അപ്പൊ ഇനി വരുന്നവര് അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട. നേരിട്ട് അതിന്റെ ശരിക്കും നമുക്കൊരു ചമ്മലായിരുന്നു. കാരണം നമ്മള് സാധാരണ നാട്ടിൻപുറങ്ങളിൽ നിൽക്കുന്നവരാണ്. അപ്പൊ അങ്ങനെ ക്യാമറ അല്ലെ അതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല, അല്ലെങ്കിൽ മടിയാണ്, ചമ്മലാണ്. ക്യാമറക്ക് ആളെന്തും അറിയും, ഇതിന് വ്യൂസ് കിട്ടിയിട്ടില്ലെങ്കിൽ നാണക്കേടല്ലേ, അങ്ങനെയല്ലേ വിചാരിച്ചല്ലോ. അപ്പൊ നമ്മള് ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് വെച്ചാല് ഈ യൂട്യൂബിൽ നമ്മളൊരു കാറ്റഗറി സെലക്ട് ചെയ്തിട്ടുണ്ടായിട്ടില്ല. കാരണം എങ്ങനത്തെ വീഡിയോസ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനത്തെ ഏത് വീഡിയോസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലതിനെ പറ്റിയൊന്നും ഒരു ഐഡിയ ഇല്ലാണ്ട് തുടങ്ങിയതാണ്. നമ്മളെ കൊണ്ടാവുന്ന പോലെല്ലാം ഓടി നടന്ന് പറ്റുന്ന വീഡിയോസ് എല്ലാം എടുത്ത് കണ്ടമാനം ഇട്ടു. വ്യൂസ് കിട്ടിയതുണ്ട്, കിട്ടാത്തതുണ്ട്, കിട്ടുന്നില്ല എന്നല്ല പറയുന്നത്. പക്ഷെങ്കിൽ അതൊരു നമ്മൾ ആദ്യം ആ ഒരു ഏതെങ്കിലും ഒരു കാറ്റഗറി തന്നെ പിടിച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനെക്കാളും കൂടുതൽ വേഗത്തിൽ നമുക്ക് റിസൾട്ട് കിട്ടുക ഒരു വർഷം ശരിക്കും പറഞ്ഞാൽ വേണ്ടി വരില്ലായിരുന്നു. അപ്പൊ നമ്മൾ ആദ്യം ചെയ്തിരുന്ന വീഡിയോ എല്ലാം വോയിസ് ഓവർ വീഡിയോ എടുത്തതിന് ശേഷം നമ്മൾ വോയിസ് ഓവർ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളെ കൊക്കിൽ ഒതുങ്ങുന്ന തരത്തിലൊരു മൈക്കും
ഒരു ട്രൈപോഡും വാങ്ങി. അതാണ് നമുക്ക് ആകെ യൂട്യൂബിലേക്ക് വന്നതിന്റെ ഒരു ചെലവ് എന്ന് പറയുന്നത് അത് മാത്രമാണ്. ബാക്കിയെല്ലാം നമ്മളെ കൊണ്ടാവുന്ന വിധത്തിലുള്ള സാധനങ്ങൾ സംഘടിപ്പിച്ചിട്ടാണ് വീഡിയോ എടുക്കലുണ്ടായി. അത് നമ്മളെ ഫോണിൽ തന്നെയാണ് വീഡിയോ എടുക്കലുണ്ടായിന്. ട്രൈപോഡ് വാങ്ങിയതും വലിയ പൈസ തന്നെ. കാരണം എന്താ വെച്ചാൽ ഇത് എങ്ങനെയാവും അറിയില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഒരുപാട് ചെലവാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ട്രൈപോഡും മൈക്കും ഏറ്റവും കുറഞ്ഞ പൈസേന്റെ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിൽ നിന്ന് നല്ല റവന്യൂ കിട്ടി നമ്മളൊരു ലെവലിൽ എത്തുകയാണെങ്കിൽ അന്നേരം നല്ലൊരു ട്രൈപോഡും മൈക്കും വാങ്ങാന്നെല്ലാം വിചാരിച്ചിട്ടാണ്. ആദ്യത്തെ മൈക്ക് പക്ഷെങ്കിൽ നമുക്ക് കുറച്ച് ഉപയോഗിച്ചിരുന്നു, പിന്നെ അത് പോയി. ഇപ്പൊ ഉപയോഗിക്കുന്നത് നമ്മൾ രണ്ടാമത് വാങ്ങിയതാണ്. അപ്പൊ കഴിഞ്ഞ March 9 നമ്മൾ 1K സബ്സ്ക്രൈബർ ആയത്. അതിനുശേഷം നമ്മൾ ചെയ്ത വീഡിയോയിലാണ് നമ്മൾ ആദ്യമായിട്ട് ക്യാമറക്ക് മുന്നിലേക്ക് അത് നമ്മള് രോമാഞ്ചത്തിന്റെ മൂവി റിവ്യൂ ചെയ്തത്. അതാണ് ആദ്യമായിട്ട് ക്യാമറക്ക് മുന്നിലേക്ക് വന്നിട്ട് നമ്മൾ ചെയ്ത വീഡിയോ. അന്നാണ് നമുക്ക് മനസ്സിലായത് ക്യാമറേന്റെ മുന്നിൽ വരുന്നത് വലിയ കാര്യമൊന്നുമല്ല. കാരണം ആ വീഡിയോ കണ്ടിട്ട് എല്ലാരും പറഞ്ഞു ആദ്യമായിട്ട് ചെയ്താൻ തോന്നില്ല. അതെ, ആ ഒരു അഭിപ്രായങ്ങളിൽ നിന്നില്ല ഒരു പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് പിന്നെ നമ്മൾ ചെയ്യാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ നമുക്ക് എഡിറ്റിങ്ങും എല്ലാം എളുപ്പമാക്കി തന്നു. ക്യാമറക്ക് മുന്നിൽ വന്നിട്ട് ചെയ്യുന്നതും അല്ലാണ്ട് നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്നതും രണ്ടും ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു മറ്റേതെല്ലാം ചെയ്യുമ്പം. അപ്പൊ നമ്മൾ ഈ ഒരു കൊല്ലം കൊണ്ടില്ലേ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തില് നമുക്ക് പുതുതായിട്ട് ഇനിയും യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരോട് പറയാനില്ലെന്ന് വെച്ചാല് ഫസ്റ്റ് തന്നെ ഒരു പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾ തുടങ്ങാൻ നോക്കുക. എന്ന് വെച്ചാല് ഏത് ടൈപ്പ് വീഡിയോസ് ആണ് നിങ്ങൾക്ക് എപ്പോ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നോക്കണം. ഇപ്പൊ നിലവിൽ നമുക്ക് കുക്കിംഗ് ചെയ്യാം, അല്ലെങ്കിൽ വ്ളോഗ് ചെയ്യാന്നെല്ലാം വിചാരിച്ച് അത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ആദ്യം നോക്കണം. നമുക്ക് പറ്റിയൊരു അബദ്ധം അതാണ് നമ്മൾ ഫസ്റ്റ് ഒരു കാറ്റഗറി സെലക്ട് ചെയ്തിട്ടുണ്ടായിട്ടില്ല. പിന്നെ രണ്ടാമത്തെ പറഞ്ഞാല് ചാനലിൽ നല്ലൊരു പേര് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോ കാറ്റഗറി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പറ്റിയൊരു പേര്, നമുക്ക് പറ്റിയ വേറൊരു അബദ്ധങ്ങളെ ജാഥയാണ് നമ്മളെ ചാനൽ. അപ്പൊ നമുക്ക് പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞാല് നമ്മള് ആദ്യം വോക്കി ടോക്കീസ് 2.0 എന്നാണ് ചാനലിട്ട പേര്. പിന്നെ നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നില്ല, വേറൊരു ചാനൽ വരുന്നുണ്ട്. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ അങ്ങനെ നമ്മൾ പേര് മാറ്റി വോക്കി ടോക്കീസ് കണ്ണൂർന്നാക്കി. പിന്നെ അതും കുറച്ച് വീഡിയോസ് ഇട്ടതിന് ശേഷമാണ് നമ്മൾ പേര് മാറ്റി. അപ്പം ഇനി വരുന്നവരോട് ഇതിനൊന്നും നിൽക്കണ്ട, ആദ്യേ പ്ലാൻ ചെയ്ത് കണ്ടന്റ് ഏതാണെന്ന് കാറ്റഗറി കണ്ടുപിടിച്ച് പേരിട്ടതിന് ശേഷം അടിപൊളിയായിട്ട് ചാനൽ തുടങ്ങും. ആ പേര് ഒന്ന് യൂട്യൂബിൽ കേറിയിട്ട് ആദ്യം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, വേറെ ഏതൊക്കെ ചാനൽസ് ഉണ്ടോ. പരമാവധി ഒരു യൂണീക്ക് ആയിട്ടില്ല, വേറെ ഒരാളും ഇടാത്ത ടൈപ്പ് പേരിടുന്നതായിരിക്കും നല്ലത്. പിന്നെ അടുത്ത മണ്ടത്തരം നമ്മൾ എന്നാ ചെയ്തതെന്ന് വെച്ചാല് നമ്മൾ കാണുന്നവരോടെല്ലാം പറയും നമുക്ക് ഇങ്ങനെ ഒരു ചാനൽ ഉണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ എന്ന് പറഞ്ഞ് ആദ്യം ശരിക്കും പറഞ്ഞാൽ കുറെ വാങ്ങിയ സബ്സ്ക്രൈബേഴ്സ് ആണ്. പക്ഷെ അതിനെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. നമ്മളെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന അവര് ലൈഫ് ലോങ് നമ്മുടെ ചാനലിൽ ഉണ്ടാവില്ല. അവര് നമ്മുടെ വീഡിയോസ് കാണാനും ഉണ്ടാവില്ല. നമ്മൾ നിർബന്ധിച്ച് ഒരാളെ കൊണ്ട് സബ്സ്ക്രൈബർ കൂടുമായിരിക്കും, പക്ഷെങ്കിൽ നമ്മളെ വീഡിയോസ് എന്തായാലും അവർ കാണണമെന്നില്ല, അവർക്ക് ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ അവർ കാണണമെന്നില്ല. അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതും നമ്മൾ ഒരാളെ നിർബന്ധിച്ച് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുന്നതും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കാണാനുണ്ടാവും, പക്ഷെ ആ ഒരു എണ്ണം നമുക്ക് വീഡിയോസിൽ വ്യൂസ് ആയിട്ട് കിട്ടണമെന്നില്ല. അതിന് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സ് തന്നെ വേണം. ഈ കാര്യം നമ്മൾ കുറെ വൈകിട്ട് അത് മനസ്സിലാക്കിയത്. അപ്പൊ നമ്മൾ ഈ 1K അടിക്കുന്നതായിരുന്നു ആദ്യം നമുക്ക് വലിയ കാര്യമായിട്ടുണ്ടായത്. എന്നിട്ട് പിന്നെ ബാക്കി എല്ലാ വീഡിയോ വൈറലാവുന്നതും വ്യൂസ് കയറുന്നതിലും നോക്കി നമ്മൾ ഇരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും കാര്യമില്ലാന്ന് അതും വൈകി വന്ന ഒരു തിരിച്ചറിവാണ്. അതെ, നമ്മള് ഇതുപോലെ കുറെ യൂട്യൂബ് ടിപ്സ് എല്ലാം പറഞ്ഞു തരുന്ന ചാനൽസിന്റെ ഇത് ഫോളോ ചെയ്ത് കുറെ വീഡിയോസ് കണ്ടതിന് ശേഷമാണ് ഈ യൂട്യൂബിന്റെ ക്രൈറ്റീരിയനെ പറ്റിയിട്ടൊക്കെ ഏകദേശം ഒരു ഐഡിയ ഉണ്ടായത്. അപ്പൊ അതെങ്ങനെയാന്ന് വെച്ചാല് ഒരു കൊല്ലത്തിനുള്ളിൽ അല്ലെ, 365 ദിവസത്തിനുള്ളിൽ 1K സബ്സ്ക്രൈബറും 4000 വാച്ച് അവറും ആയാലും മാത്രമേ നമുക്ക് യൂട്യൂബറിന്റെ ഒരു പാർട്ട്ണർ ആകാൻ പറ്റുള്ളൂ. അപ്പൊ അതായി കഴിഞ്ഞാല് നമ്മളെ ചാനല് മോണിറ്റൈസ്ഡ് ആവും. അതിനുശേഷം പിന്നെ നമ്മൾ ഇടുന്ന വീഡിയോന് പരസ്യം കിട്ടി തുടങ്ങും. അപ്പൊ ആ പരസ്യത്തിനുള്ള പൈസയാണ് നമുക്ക് യൂട്യൂബ് റവന്യൂ എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നത്. യൂട്യൂബിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇല്ലാത്ത നമ്മള് ഈ ക്രൈറ്റീരിയ എല്ലാം എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നില്ല ഒരു വലിയൊരു ചോദ്യചിഹ്നം നമ്മളെ മുന്നിൽ ഉണ്ടായിരുന്നു. ആദ്യം നമ്മൾ വിചാരിച്ചത് സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും തികയാണ്ടിരിക്കുവാന്ന്. പിന്നെ സബ്സ്ക്രൈബർ വേഗമായി, പിന്നെ വാച്ച് അവറിനില്ല പെടാപ്പാടായിരുന്നു വാച്ച് അവർ തികക്കാനില്ല. അതുകൊണ്ട് മാക്സിമം വീഡിയോ ഇട്ടു.
നമുക്ക് പറ്റുന്ന പോലെയെല്ലാം ഒന്നാമത് നമുക്ക് അന്നേരം കൃത്യമായിട്ട് കണ്ടന്റ് നമ്മളെ കയ്യിലില്ലാത്തോണ്ട് കിട്ടിയ മാതിരി വീഡിയോ എല്ലാം എടുത്തിട്ട് നമ്മൾ ഇട്ടു. വീഡിയോ കുറെ വീഡിയോ കുറെ കേറാണ്ടിരുന്നു. കേറുമ്പോ സന്തോഷായിരുന്നു, കേറാണ്ട് ഡിപ്രഷനായി. അപ്പൊ പുതിയ യൂട്യൂബേഴ്സിനോട് പറയാനില്ലെന്ന് വെച്ചാല് ഡെയിലി വീഡിയോ ഇടുക. അതും ഒരു പർട്ടിക്കുലർ ടൈം. നിങ്ങള് സബ്സ്ക്രൈബേഴ്സ് ഫ്രീ ആയിട്ടിരിക്കുന്ന ഏകദേശം ഒരു ടൈം നമുക്ക് മനസ്സിലാവില്ല. അപ്പം അങ്ങനെയില്ല, ആ ഒരു ടൈം തന്നെ ഡെയിലി പറ്റുമെങ്കിൽ ഡെയിലി തന്നെ വീഡിയോ ഇടണം. ഇല്ലെങ്കിൽ ഒരു 1.5 ആ ഒരു ടൈം പീരിയഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോയാൽ ശരിക്കും പറഞ്ഞാൽ ഒരു കൊല്ലമൊന്നും വേണ്ടി വരില്ല. അതിന് മുന്നേ ക്ലിക്ക് ആവുന്നവരുണ്ട്, ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ക്ലിക്ക് ആവുന്നവരുണ്ട്. മെയിൻ ആയിട്ടുള്ള കാര്യം ഒരിക്കലും ഡീമോട്ടിവേറ്റഡ് ആവാതിരിക്കുക. ഇട്ടുകൊണ്ടേയിരിക്കുക, വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കുക. അത് കൃത്യമായ പാറ്റേൺ വെച്ചിട്ട് തന്നെ ഇടുക. അത് നിങ്ങൾക്ക് നിങ്ങൾ ഇടുന്ന സമയം വ്യൂസ് കിട്ടുന്നില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ടൈം മാറ്റി നോക്കുക. അന്നേരം കയറുന്നുണ്ടെങ്കിൽ അത് ഏതാ നിങ്ങളുടെ സമയം നിങ്ങൾ തന്നെ വീഡിയോ ഇട്ടിട്ട് കണ്ടുപിടിക്കും. അത് നമ്മളെ ചാനലിന്റെ സെറ്റിങ്സിൽ അനലിറ്റിക്സ് തന്നെയുണ്ട്. ഈ നമുക്ക് വ്യൂസ് കയറുന്ന ടൈം ഏതാണെന്നും അങ്ങനെ കണ്ട് മനസ്സിലാക്കിയിട്ട് ആ ഒരു ടൈം പീരീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. നമ്മളോട് പലരും ചോദിച്ചിട്ടുണ്ട് നമ്മൾ എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത്, എഡിറ്റ് ചെയ്യുന്നത്, ആരാണ് എഡിറ്റ് ചെയ്ത് തരുന്നത് എന്നുള്ളത്. നമ്മളെ ഈ ചാനലിന് നമ്മൾ രണ്ടാളും മാത്രമേ ഉള്ളൂ. ക്യാമറാമാനായിട്ടും അഭിനയിക്കാനും എഡിറ്റിങ്ങിനും എല്ലാം നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മളും നമ്മളെ ട്രൈപോഡും നമ്മളെ ഫോണും നമ്മൾ വയ്ക്കും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ നമ്മളെ ഫോണിൽ വീഡിയോ എടുക്കും. ആദ്യം നമ്മള് VN ഒരു ആപ്പിലാണ് എഡിറ്റ് ചെയ്തോണ്ടിരുന്നത്. അപ്പം അത് കുറച്ച് ലാഗ് വരുന്നത് കൊണ്ട് നമ്മൾ തീരെ ക്ഷമയില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഇൻഷോട്ടിലേക്ക് കടന്നു. ഇൻഷോട്ടിൽ കുറച്ചും കൂടി ഈസിയാണ്. നല്ല സൈസിലെ വീഡിയോസ് ആയാലും എഡിറ്റ് ചെയ്യാൻ അത്രയൊന്നും സമയം എടുക്കുന്നില്ല. അതുകൊണ്ട് നമ്മളിപ്പോ ഇപ്പോഴും ഇൻഷോട്ട് തന്നെയാണ്. ഫോണിൽ തന്നെ വീഡിയോ എടുത്ത് ഫോണിൽ തന്നെ ഇൻഷോട്ടിലാണ് ചെയ്യുന്നത്. അപ്പൊ ഈ എഡിറ്റിംഗ് എന്നെല്ലാം പറയുന്നത് കേൾക്കുമ്പം നിങ്ങൾ വിചാരിക്കണം നമ്മൾ ഭയങ്കര പ്രൊഫഷണൽസ് ആണെന്നൊന്നും. നമുക്കൊന്നും അറിയുന്നുണ്ടായിട്ടില്ല. നമ്മൾ ചെയ്ത് നോക്കി, ചെയ്താകുമ്പോ അതിന്റെ മാറ്റമുണ്ട്. അത് നമ്മളെ ഫ്രണ്ട്സും എല്ലാരും പറയാറുണ്ട്. നമ്മൾ ആദ്യം ചെയ്ത വീഡിയോ തന്നെ കാണി അത്ര പെർഫെക്റ്റ് ആണെന്നല്ല, എന്നാലും വലിയൊരു മാറ്റം കാണാനുണ്ട് എന്ന് നമ്മളോട് പലരും പറയാറുണ്ട്. കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. ശരിക്ക് നമ്മളെ കഷ്ടപ്പാടിന്റെ അങ്ങനെയുള്ള വാക്കുകളാണ് നമുക്ക് സപ്പോർട്ട് തരുന്നത്. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നതും അങ്ങനെയുള്ള വാക്കുകളാണ്. ഒക്ടോബർ 16 നമ്മളെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി. പക്ഷെ നമുക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാല് നമുക്ക് എങ്ങനെയാ അത് ആരോടെല്ലോ വിളിച്ച് പറയാനുള്ളൊരു അത്രയും സന്തോഷം ഉണ്ടായിരുന്നു. നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല നമുക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ആവും, അത് ഒരു കൊല്ലത്തിനുള്ളിൽ കടന്നു പോകുന്ന വിചാരിച്ചിന്. പക്ഷെങ്കില് ആരോടല്ലോ അല്ലെ നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്തതിന് മുന്നിൽ പോയിട്ട് ആർക്കും വിളിച്ച് പറയണുണ്ടായിരുന്നു. പിന്നെ നമ്മളെ കൺട്രോൾ ചെയ്ത് വെച്ചു. കാരണം ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് നമ്മളത് വേവോളം കാത്തില്ല, ഇനി 6ഓളം കാക്കാന്ന് വിചാരിച്ചിട്ട് ഇത്ര വരെ കടിച്ചു പിടിച്ചു നിന്നു. ഇതൊന്ന് എന്താ പറയാ പൊട്ടി തെറിച്ച് പറയാൻ വേണ്ടിട്ട്. ഈ വീഡിയോയിൽ ചിലർക്ക് നമുക്ക് ഒരു അഹങ്കാരം ഇല്ല പോലെയെല്ലാം തോന്നുന്നുണ്ടാവും. അത് നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്തവർക്ക് മാത്രമായിരിക്കും. പക്ഷെ അങ്ങനെ തോന്നിയാലും നമുക്കൊരു കുഴപ്പമില്ല. കാരണം നല്ലോണം കഷ്ടം, നല്ല പണിയെടുത്തിട്ട് കിട്ടിയതാണ്. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാല് നമ്മളിപ്പോ ഒരു വീഡിയോ അപ്ലോഡ് ആക്കിയാൽ ഓൺ ദ സ്പോട്ട് തന്നെ നമ്മൾ ഷെയർ ചെയ്യലുണ്ടായിരുന്നു. വാട്സപ്പ് ഗ്രൂപ്പിലേക്കും സ്റ്റാറ്റസ് ഇടും, FBയിൽ ഷെയർ ചെയ്യും, ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യും. അതെല്ലാം ശരിക്കും പറഞ്ഞാല് വലിയൊരു മണ്ടത്തരാണ്. അങ്ങനെ ചെയ്യുമ്പോ എന്താ പറ്റുന്ന വെച്ചാല് ഇപ്പൊ നമ്മൾ ഷെയർ ചെയ്യുമ്പം നമ്മൾ എല്ലാവർക്കും ഷെയർ ചെയ്യും. പക്ഷെങ്കിൽ ഇൻട്രസ്റ്റ് നമ്മൾ ഇട്ട കണ്ടന്റിന് ഇൻട്രസ്റ്റ് മാത്രമേ ആ വീഡിയോ കാണുള്ളൂ. ചിലവര് എന്നാന്ന് അറിയാൻ വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് അത് ഓണായ പാട് ചിലപ്പം ഒഴിവാക്കി പോകും. അങ്ങനെ ചെയ്യുന്നത് നമ്മളെ വീഡിയോന് ഒരു കിട്ടുക. അപ്പൊ അങ്ങനെ ചെയ്യാണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഈ ഷെയർ ചെയ്യാണ്ടിരിക്കുമ്പം നമ്മളെ വീഡിയോ നമുക്ക് വീഡിയോ ഇട്ടപ്പാട് തന്നെ യൂട്യൂബ് നമുക്ക് തന്നെ കുറച്ച് വ്യൂസ് ഉണ്ടാവും. ആ വ്യൂസ് അങ്ങനെ കയറണം. യൂട്യൂബിലേക്ക് റെക്കമെൻഡേഷനിൽ പോയി നമ്മുടെ വീഡിയോയുടെ തമ്മിൽ കണ്ട് ഇഷ്ടപ്പെട്ട് ക്ലിക്ക് ചെയ്ത് വീഡിയോ കണ്ട് അങ്ങനെ തന്നെ നമ്മളെ വീഡിയോ. ഇപ്പൊ നമ്മള് പലരും പറയുന്നത് കേട്ടിട്ടില്ലാന്ന്, ഒരു വീഡിയോ ക്ലിക്ക് ആയാല് അല്ലെങ്കിൽ ഒന്ന് വൈറലായാല് ബാക്കി എല്ലാ വീഡിയോസും കേറിക്കോളും എന്നുള്ളത്
അതുകൊണ്ട് നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോസും ഇങ്ങനെ 1K അടിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ നോറ്റി കാത്തിരിക്കുമായിരുന്നു. പക്ഷെ 1K അടിച്ചിട്ട് എന്താ പറയുന്നത്, നമ്മൾ കുറെ ചലഞ്ച് വീഡിയോസ് ചെയ്തു, വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടന്റ് വീഡിയോസ് ചെയ്തു. അപ്പോൾ വ്ളോഗ് വീഡിയോക്കും K അടിച്ചിട്ടുണ്ട്, കണ്ടന്റ് വീഡിയോക്കും K അടിച്ചിട്ടുണ്ട്, ചലഞ്ചസിനും K അടിച്ചിട്ടുണ്ട്. പക്ഷെ എന്ന് വെച്ചിട്ട് ഇപ്പൊ ഈ ചലഞ്ച് വീഡിയോസ് ഒരുപാട് അങ്ങ് അതുകൊണ്ട് കേറി അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ശരിക്കും പറഞ്ഞാല് നമ്മളൊരു തൊഴിലുറപ്പിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടന്റ് വീഡിയോ ആയിട്ട്. അതിന് ശേഷമാണ് നമ്മളെ ചാനലിൽ ബാക്കി വീഡിയോസ് എല്ലാം കെ അടിക്കാത്തത് K അടിക്കാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ K അടിച്ചത് അതിലും കൂടുതൽ നമുക്ക് വ്യൂസ് കിട്ടിയത് എല്ലാം ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷമായിരുന്നു. അതിന് 2.5 lakh വ്യൂസ് ഇപ്പോഴത് കയറിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ്. അപ്പൊ അതാണ് നമ്മളെ രാശി. അതെ. അപ്പൊ എല്ലാവർക്കും ഇനിയിപ്പോ അറിയേണ്ടത് നമുക്ക് എത്ര റവന്യൂ ആണ് കിട്ടിയെന്നുള്ളതായിരിക്കും. പക്ഷെ യൂട്യൂബിന്റെ പോളിസി അനുസരിച്ചിട്ട് നമുക്ക് അത് കറക്റ്റ് എത്ര കിട്ടിയെന്നുള്ളത് നമുക്ക് പറയാൻ പാടില്ല എന്നാണ്. എന്നാലും ഏകദേശം പറയാന്നെങ്കിൽ ഒരു 120-നും 150-നും ഡോളറിനിടയിലായിരുന്നു നമ്മളെ യൂട്യൂബ് റവന്യൂ. അത്രേ നമുക്കിപ്പം പറയാൻ സാധിക്കുള്ളൂ. ഇതൊക്കെയാണ് നമ്മളെ യൂട്യൂബ് ജേണി. നമ്മളെ കുറെ മണ്ടത്തരങ്ങളും കുറെ തിരിച്ചറിവുകളും ഒക്കെ ആയിട്ടുള്ള ഒരു യൂട്യൂബ് ജേണി ഇതാണ്. അപ്പൊ നമ്മള് വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഒരുപാട് ആളോട് താങ്ക്സ് പറയാനുണ്ട്. നമ്മളെ ഫ്രണ്ട്സിനോട്, സപ്പോർട്ട് ചെയ്തവരോട്, ഡിമോട്ടിവേറ്റ് ചെയ്തവരോട്, ശരിക്കും അവരോട് വലിയൊരു താങ്ക്സ് പറയുന്നത്. അവര് അങ്ങനെ ഡിമോട്ടിവേറ്റ് ചെയ്തത് കൊണ്ടാണ് നമ്മൾ ആ ഒരു വാശി മനസ്സിൽ വിചാരിച്ചിട്ട് ഇത്ര എത്തി നിൽക്കുന്നത്. അവരില്ലോണ്ട് മാത്രമാണ്. അവരാണ് ശരിക്കും നമ്മളെ സപ്പോർട്ട് ചെയ്തത്. അപ്പൊ സപ്പോർട്ട് ചെയ്തവരോടും ഫ്രണ്ട്സിനോടും നമ്മളെ നാട്ടുകാരോടും പിന്നെ നമുക്ക് അറിയാത്ത കുറെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പൊ നിങ്ങളോടും എല്ലാരോടും ഒരുപാട് താങ്ക് യു. ഇനിയും ഇതേപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അത് ലൈക്കായിട്ടും കമന്റ് ആയിട്ടും നിങ്ങളെ അഭിപ്രായങ്ങള് നമ്മൾ എന്ത് ചെയ്താലും അത് നല്ലതോ അല്ലെങ്കിൽ എന്തെങ്കിലും തിരുത്തണമെങ്കിൽ അതോ എന്തും നിങ്ങൾക്ക് നമ്മളോട് പറയാം. നിങ്ങളിൽ ഒരാളായിട്ട് നമ്മളെയും കണ്ട് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.